അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനിലെ 7 ആകാശങ്ങളും വിമർശനങ്ങളും. ഖുർആൻ പറയുന്ന അടുക്കുകളായി സൃഷ്ടിക്കപ്പെട്ട 7 ആകാശങ്ങൾ എന്താണ്? അത് ഖുർആനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് 7 മിൽക്കി വേകളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഊർജ കേന്ദ്രങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യനെ വലം ചുറ്റുന്ന 7 ഗ്രഹങ്ങൾ, വ്യത്യസ്ത നിറത്തിലുള്ള 7 ഗ്രഹങ്ങൾ എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഊർജ കേന്ദ്രങ്ങളുണ്ട്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇങ്ങനെയുള്ള ഈ 7 ഊർജ കേന്ദ്രങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ 7 ഊർജ കേന്ദ്രങ്ങൾ അഥവാ നമ്മുടെ ആകാശമായ മിൽക്കി വേ. എന്നാൽ മറ്റുള്ളവ നമ്മുടെ മിൽക്കി വേ പോലെ നോക്കിയാൽ പാല് പോലെയുള്ള വെള്ള കളറല്ല, ആവണമെന്നില്ല. വ്യത്യസ്തമായ കളറുകളായിരിക്കും. അതിൽ ചുവപ്പുണ്ടാവാം, കറുപ്പുണ്ടാവാം, ഡാർക്ക് എനർജി എന്നൊക്കെ കേട്ടില്ലേ. ഇങ്ങനെ പല കളറിലുണ്ടാവും. നമ്മുടെ സൗരയൂഥത്തിലെ മിക്ക ഗ്രഹങ്ങളും വ്യത്യസ്തമായ നിറത്തിലാണ് എന്നതുപോലെ തന്നെ നിറവ്യത്യാസങ്ങളുണ്ടാവാം. മാത്രവുമല്ല, അള്ളാഹു ഖുർആനിലെ 67-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാഖ, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചു. പിന്നെ ഈ ആകാശവും ഭൂമിയും ഒക്കെ ആദ്യം കൂടിച്ചേർന്നുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് അള്ളാഹു അതിനെ വേർപ്പെടുത്തുകയാണ് ചെയ്തത്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വല്ലർദ കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. അവിശ്വസിക്കുന്ന ആളുകൾ കണ്ടില്ലേ, ആകാശഭൂമികൾ കൂടിച്ചേർന്നതായിരുന്നു, ഒട്ടിപ്പിടിച്ചതായിരുന്നു, പിന്നീട് നാം ആണ് അതിനെ വേർപ്പെടുത്തിയതെന്ന് അവർ കണ്ടില്ലേ. ഈ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം, 7 ആകാശമെന്ന് പറയുന്നത് മിൽക്കി വേ ആണ്. 7 മിൽക്കി വേകളെയാണ് 7 ആകാശമെന്ന് ഇവിടെ ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഇനി അത് ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. സൂറത്തുൽ മുൽക്കിലെ തന്നെ ഒരു വചനമാണിത്. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ദുനിയാവിനോട് ഏറ്റവും അടുത്ത ആകാശത്തെ അഥവാ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ ചില വിളക്കുകളാൽ നാം അലങ്കരിച്ചു. അപ്പോൾ നമ്മുടെ മിൽക്കി വേയിലാണല്ലോ നമ്മുടെ ഭൂമിയുള്ളത്. അപ്പോൾ ഈ മിൽക്കി വേയിൽ മാത്രമാണ് തിളക്കമുള്ള ജ്വലിക്കുന്ന നക്ഷത്രങ്ങളുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിനെ ദുനിയാവിനോട് ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകളാൽ അലങ്കരിച്ചു. പിന്നീട് പറയുന്നുണ്ട്, പിന്നീട് മറ്റുള്ളവരുടെ ഏറ്റവും വലിയൊരു വിമർശനമാണ് ശൈത്താനെ എറിയാൻ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത്. അത് അവർ മനസ്സിലാക്കാനായിട്ടാണെന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നക്ഷത്രങ്ങളിൽ നിന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും. അഥവാ എന്തെങ്കിലും അവർ കട്ട് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യക്ഷമായൊരു തീജ്വാല പിടികൂടുമെന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പിശാചുക്കൾ എന്തെങ്കിലും, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ എന്തെങ്കിലും മലക്കുകൾ സംസാരിക്കുന്നത് കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ അവരെ പ്രത്യക്ഷമായ ഒരു തീജ്വാല പിന്തുടരും. അഥവാ നക്ഷത്രങ്ങളിൽ നിന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിൽക്കി വേ നമ്മുടെ ഒന്നാമത്തെ ആകാശമാണ് നാം നിലകൊള്ളുന്നത്. ഇനി നമ്മൾ കണ്ടെത്താത്ത മറ്റ് 6 മിൽക്കി വേകളുണ്ട് ഇതിനേക്കാൾ ഊർജമുള്ളത്. ഇത് ഏറ്റവും ഊർജം കുറഞ്ഞ താഴെയുള്ളതാണ്. ഒരു ശംഖിനെ നമ്മൾ ഇനി അടുക്കുകളായി എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ലേ. ഒരു ശംഖിനെ നമ്മൾ, ഒരു നീളമുള്ള ഒരു ശംഖിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് വരും അല്ലേ. എന്നതുപോലെ തന്നെ ഇവ സെൻട്രൽ പോയിന്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ അർഷിനെ
അള്ളാഹുവിൻ്റെ അർശിനെ വലം വെക്കുന്നുണ്ട്. സൂര്യനെ നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റു ഗ്രഹങ്ങൾ വലം വെക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഊർജം നിലകൊള്ളുന്ന അള്ളാഹുവിൻ്റെ അർശിനെ ഈ 7 മിൽക്കി വേകളും വലം ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഈ 7 മിൽക്കി വേകളിൽ നമ്മുടെ ഭൂമിക്ക് ഉപഗ്രഹം, ചന്ദ്രൻ ഉപഗ്രഹമുള്ളതുപോലെ തന്നെ 2 ഉപഗ്രഹങ്ങൾ 2 മിൽക്കി വേകൾക്കുണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അള്ളാഹു ആലം, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ എന്താണോ നമ്മുടെ സൗരയൂഥത്തിലുള്ളത് അതുതന്നെയാണ് അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കും, അതേ തിയറി തന്നെയായിരിക്കും അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കും, അതേ തിയറി തന്നെയാണ് അവിടുന്ന് ഇങ്ങോട്ട് താഴേക്കും. മനുഷ്യരിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ചക്രങ്ങളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട 7 ഊർജ കേന്ദ്രങ്ങൾ. ഇതുപോലെ തന്നെ മൃഗങ്ങളിലും 7 ആകാശം, 7 ഭൂമി, അതുപോലെ തന്നെ 7 കടലുകൾ, മനുഷ്യർക്ക് 7 ചക്രങ്ങൾ, ഇതൊക്കെ കൃത്യമായ ന്യൂമറോളജിക്കൽ പാറ്റേണിലുള്ളതാണ്. പ്രപഞ്ചം എന്താണോ അതുതന്നെയാണ് മനുഷ്യനും, അതുതന്നെയാണ് മൃഗവും, അതുതന്നെയാണ് ഇവിടെയുള്ള സസ്യങ്ങളും ജന്തുജീവജാലങ്ങളും ഒക്കെ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് 7 ആകാശം എന്ന് പറഞ്ഞാൽ 7 മിൽക്കി വേകളാണ്. നമ്മുടെ എല്ലാ മിൽക്കി വേയും നമ്മുടെ പോലെയുള്ള മിൽക്കി വേ ആവണമെന്നില്ല, വ്യത്യസ്തമായ കളറുകളുണ്ടാവാം. നമ്മുടെ ബ്ലാക്ക് ഹോളുകളെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ ആവാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മിൽക്കി വേ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മിൽക്കി വേയിൽ എത്രങ്ങാനും കോടി അതുപോലെയുള്ള ഡാർക്ക് സൗരയൂഥങ്ങളുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് 7 മിൽക്കി വേകളാണ് ഖുർആൻ പറഞ്ഞ അടുക്കുകളായ 7 ആകാശങ്ങൾ. ഇവയുടെ സെൻട്രൽ പോയിന്റിലാണ്, ഏറ്റവും മുകളിൽ സെൻട്രൽ പോയിന്റിലാണ് അർഷ് എന്ന് പറയുന്നതുള്ളത്. അർഷിന് ബാലൻസായി അള്ളാഹുവിൻ്റെ കുർസി. ഇവയുടെ വലിപ്പമെന്ന് പറഞ്ഞാൽ, അതായത് ഈ 7 ആകാശങ്ങളും അവയ്ക്കിടയിലുള്ള സകലതും അള്ളാഹുവിൻ്റെ കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ കേവലം ഒരു ചെറിയ വട്ടക്കണ്ണി കൊണ്ടുപോയിട്ടതുപോലെ മാത്രമാണ്. എത്രമാത്രം വലിപ്പാണല്ലേ! ആ കുർസിയും ഈ പറയുന്ന വസ്തുക്കളുമൊക്കെ, ഈ പറയുന്ന ആകാശഭൂമികൾ അവയ്ക്കിടയിലുള്ള സകലതും അർഷിൽ കൊണ്ടുപോയി വെച്ചാൽ, ഏറ്റവും വലിയ ഊർജ കേന്ദ്രം അതിൽ കൊണ്ടുപോയി വെച്ചാൽ വലിയൊരു മരുഭൂമിയിൽ കേവലം ഒരു ചെറിയ വട്ടക്കണ്ണി കൊണ്ടുപോയിട്ടതുപോലെ. ഇനി ഇവയെല്ലാം പാടെ പ്രപഞ്ചാതീതനായ അള്ളാഹുവിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ കേവലം ഒരു ചെറിയ വട്ടക്കണ്ണി കൊണ്ടുപോയിട്ടതുപോലെ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിപ്പം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യരെ, ഈ അർഷിൻ്റെ സെൻറ്ററിലേക്കാണ്, ഈ അർഷിലേക്കാണ് അള്ളാഹുവിൽ നിന്ന് അവൻ്റെ കൽപ്പന ഇറങ്ങുന്നത്. അവൻ്റെ കൽപ്പന അവനിൽ നിന്നുള്ള ഊർജമാണ്. അതുപ്രകാരം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു. അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് ഊർജം പകർന്നു നൽകുന്നു. അവൻ്റെ പ്രകാശത്തിൻ്റെ ഒരു കണിക എങ്ങാനും ഈ ഭൂമിയിലേക്ക് ഡയറക്റ്റ് അടിച്ചാൽ ഇത് തകർന്ന് തരിപ്പണമാവാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം ഊർജമാണ്. അള്ളാഹു അലൽ അർഷിന് മുകളിലാണ്. എന്നാൽ അലൽ അർഷിസ്തവ, അവൻ ഒരിക്കലും അർഷിൻ്റെ മുകളിൽ ഇരിക്കുകയല്ല, അർഷിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുകയാണ്. അർഷിനും അവനുമിടയ്ക്ക് 4 മറകളുണ്ട്. 2 പ്രകാശത്തിൻ്റെ മറകളും 2 ഇരുട്ടിൻ്റെ മറകളും. അവയ്ക്കിടയിൽ തന്നെ ആകാശഭൂമിയുടെ വിസ്തൃതിയുണ്ട്. അഥവാ കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയാണ് പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടാവും തമ്മിലുള്ളത്. സൃഷ്ടികളിൽ വെച്ച്
ഏറ്റവും ഹൈറ്റിൽ നിലനിൽക്കുന്നതാണ് അർഷ് എന്ന് പറയുന്നത്. അർഷിന് താഴെയാണ് ബാക്കിയുള്ളതെല്ലാം. അർഷിനെ ബാലൻസ് ചെയ്യുന്ന കുർസിയും അർഷിന് താഴെയാണ്. അർഷാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ളത്. അതിന് മുകളിലാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ, അലൽ അർഷി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും അവിടെ ഇരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ അർഷിൽ അള്ളാഹു ഇരിക്കുകയല്ല. അള്ളാഹു അതിന് മുകളിലാണ് എന്ന് മനസ്സിലാക്കുക. എത്രയോ മുകളിൽ, കോടിക്കണക്കിന് പ്രകാശവർഷം മുകളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം 4 മറകൾക്കിടയിൽ തന്നെ ആകാശഭൂമിയുടെ വിസ്തൃതിയുണ്ട്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ നിസ്സാരമായി കാണണ്ട. മനുഷ്യരെ, നമ്മുടെ സൃഷ്ടാവ് മജ്ജയും രക്തവും ഒഴുകുന്ന മാംസപിണ്ഡമല്ല. കല്ലും മണ്ണും പോലെ ഭൂമിക്ക് സമാനവുമല്ല. അവൻ എത്രയോ പരിശുദ്ധൻ. നമ്മളൊക്കെ 2 പോർഷനിലാണുള്ളത്. ഒരു നെഗറ്റീവ് പോർഷനും ഒരു പോസിറ്റീവ് പോർഷനും. എല്ലാ ജീവജാലങ്ങളും, അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. എന്നാൽ അള്ളാഹു വെറും പോസിറ്റീവാണ്. അവനിൽ നെഗറ്റീവില്ല. അവന് തുല്യമായ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള പടച്ച തമ്പുരാനെയാണ് ജനങ്ങൾ ഇവിടെ രൂപമുണ്ടാക്കി ആരാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ നശിച്ചു പോകുന്ന ജീവജാലങ്ങളെയും മനുഷ്യരെയും ജനങ്ങൾ ആരാധിക്കുന്നു, ദൈവമായി കണ്ട് ആരാധിക്കുന്നു. എത്ര വലിയ തെറ്റാണത്! ഈ ഭൂമിയിൽ എവിടെയോ പിറന്ന്, എവിടെയോ ജീവിച്ച്, സ്വന്തം കൈപ്പിടി വലിപ്പമുള്ള ഹൃദയം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഈ ഭൂമിയുടെ കുഴിമാടത്തിൽ കഴിയുന്ന ആളുകളെ ദൈവമായി കണ്ട് ആരാധിക്കുക എന്നാൽ അത് വല്ലാത്തൊരു നീചവൃത്തി തന്നെയാണ്. നമുക്ക് ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. എന്താണ് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾ ദൈവമായി കണ്ട് ആരാധിക്കുന്ന, സ്വന്തം കൈപ്പിടി വലിപ്പമുള്ള ഹൃദയം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ അറിയാതെ ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ച് എവിടെയോ മരിച്ചുപോയ ആളുകളെ നിങ്ങൾ ദൈവമായി കണ്ട് ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരാണോ നിങ്ങൾക്ക് വേണ്ടി 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ കൃത്യ പോയിന്റിൽ സംവിധാനിച്ച് സഞ്ചരിപ്പിക്കുന്നത്? അതിനു മുകളിലുള്ള ഈ 7 മിൽക്കി വേകളെ സംവിധാനിക്കുന്നത് നിങ്ങൾ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഭൂമിയുടെ കുഴിമാടത്തിൽ കഴിയുന്ന വല്ലവരുമാണോ? മനുഷ്യരെ, നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ കീഴ്പ്പെടുക, അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. അവൻ്റെ അസ്തിത്വം ഒരിക്കലും നശിച്ചു പോവുകയില്ല. എന്നാൽ അവനിൽ നിന്നും ഊർജം വന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകലതും നശിച്ചു പോകും. യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ബാക്കിയാകും. നിശ്ചയം കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടും. മനുഷ്യരെ ഒന്നൊഴിയാതെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും. അന്ന് അവനിൽ അവിശ്വസിച്ച ആളുകൾക്ക് നാശം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾക്ക് നാശം, അവന് പുറമെ അവൻ്റെ സൃഷ്ടികളെ ദൈവമായി കണ്ട് ആരാധിച്ചവർക്കും നാശം. 3 പേരെയും കൂട്ടത്തോടെ നരകത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. ഇത് നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്, എനിക്കുള്ളതുമാണ്. നമുക്ക് സത്യമായി മനസ്സിലാക്കി ജീവിതത്തെ നാളേക്ക് വേണ്ടി ഒരുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. മനുഷ്യരെ, നിങ്ങൾ
നിങ്ങളുടെ സൃഷ്ടാവിന് കീഴ്പ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.